ആൻറ്റി ഹെയ്റ്റ് സ്പീച്ച് ആൻഡ് ഹെയ്റ്റ് ക്രൈം എന്ന് പറയുന്ന ഒരു ബില്ല് കർണാടക സർക്കാർ ഈ അടുത്ത് പാസ്സാക്കി. ഏറ്റവും രസകരമായ ഒരു കാര്യം, ആ ബില്ലിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച ആളുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിഭാഗക്കാരാണെന്നുള്ളതാണ്. എന്തിനാണ് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു ബില്ലിന് വേണ്ടി കൂട്ടുനിൽക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുന്നത്? അഫർ റസൂൽ എന്ന് പറയുന്ന ഒരു യുവാവ് ഇതുപോലെ കൊല്ലപ്പെട്ടു. 21 ആളുകൾ ആ കൊലപാതകത്തിന് പിന്നിലുണ്ട്. പക്ഷേ അയാൾക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ കൊന്നിട്ടുള്ള ആ ഒരു സംഘത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉണ്ട്. ഇപ്പൊ റൈഗർ എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് അയാളെ കൊന്നുകളഞ്ഞത്. ആ റൈഗറിന് ഒരു സ്ഥാനാർത്ഥി പദം ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ക്രൂരമായി ഒരു യുവാവ് കൊല്ലപ്പെട്ട സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വംശീയ കൊലപാതകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവും വിധമാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുകയും ആ രൂപത്തിൽ അല്ല എന്ന് പറഞ്ഞിട്ട് പോലും അതിക്രൂരമായി മർദ്ദനമേൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ ഇടയാകുന്നത്. ഈ ഒരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ നേരത്തെ ഉത്തരേന്ത്യയിലൊക്കെ സമാനമായ രീതിയിൽ ഒരുപാട് കൊലപാതകങ്ങൾ പുറത്തു വന്ന വാർത്ത നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലും മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുകയും അത് കേരളം ഒന്നാകെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കൊലപാതകം അത്രമേൽ തന്നെ കേരളം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിന് മറ്റൊരു ആംഗിൾ ഉണ്ട് താനും. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് പലപ്പോഴും വഴിതിരിക്കപ്പെടാറുള്ളത് പലപ്പോഴും ഈ രാഷ്ട്രീയമായ വിഷയങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പല മാനങ്ങളും ഇതിനുണ്ട് എന്ന് തീർച്ചയായും നമ്മൾ വായിക്കണം. ഇന്ത്യയിൽ ഇത്തരം വാർത്തകൾ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ഒരു 10 വർഷങ്ങൾക്കിപ്പുറമാണ് ധാരാളമായി ഈ പറയുന്ന വംശീയ വർഗീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുന്നത്. ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ വംശീയതയും വർഗീയതയും ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് നമ്മൾ പൊതുവിൽ നമ്മൾ ഈ മറ്റ് സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പണിയെടുക്കാൻ വരുന്ന ആളുകളെക്കുറിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു പുച്ഛഭാവം എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. അത് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ ആശയങ്ങൾ നോക്കുമ്പോൾ അവിടെ കൃത്യമായ ഒരു വർഗീയമായ ഒരു അടിത്തറ കൂടി നമ്മളിതിന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുവിൽ ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അത് ഇത്തരം വിഷയങ്ങൾ വീഡിയോ ആക്കപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിലൊരു ചേതോവികാരമുണ്ട്. അത് ഈ പറഞ്ഞ അക്രമത്തിനപ്പുറത്തേക്ക്, ഈ പറഞ്ഞ വിഷയത്തിനപ്പുറത്തേക്ക് ഇതെല്ലാം എന്തോ ഒരു നന്മയാണ് എന്നോ അതല്ലെങ്കിൽ ഒരു ഗ്ലാമറൈസ്ഡ് ആയ ഒരു കാര്യമാണ് എന്നുള്ളൊരു തോന്നൽ അവരെ എല്ലാം ഇതിന് കൂട്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മധു കൊല്ലപ്പെട്ട ആ ഒരു സംഭവം അതും സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മളെല്ലാവരും അറിയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിലും തൊട്ടടുത്ത് നിന്ന് ഒരാൾ അത് വീഡിയോ പകർത്തണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് എന്തോ ഒരു നല്ല കാര്യമാണ് എന്ന തോന്നലിലേക്ക് ആ ഒരു ജനസമൂഹം എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിലെ കാരണം എന്തെന്ന് അന്വേഷിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നീ ബംഗ്ലാദേശിയാണോ എന്നാണ് ചോദ്യം. ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കേൾക്കുന്ന ചോദ്യമല്ല. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം തന്നെ നമ്മൾ അത്തരത്തിൽ ഈ പറയുന്ന വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കടുത്ത രീതിയിലുള്ള ഇത്തരം വർഗീയമായ ഇടപെടലുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച വരുമ്പോൾ അവിടെ ഈ ദളിത് സമൂഹവുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിലെ കാഴ്ചപ്പാടിനെ കൂടി നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. കേരളത്തെക്കുറിച്ച് പൊതുവിൽ നമ്മുടെ കാഴ്ചപ്പാട് വളരെ പ്രബുദ്ധരാണ് എന്നാണ്. പക്ഷേ പ്രബുദ്ധതയുടെ അളവളക്കുന്നിടത്ത് ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ വിഷം പ്രചരിപ്പിക്കുന്നൊരു വിഭാഗമായി ഇന്ന് മലയാളികൾ മാറിയിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സാധാരണ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് പോലും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അത്രത്തോളം വലിയ വിഷം തുപ്പലുകളാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ച എന്ന രൂപത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രായോഗിക തലം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം. അപ്പോൾ ഒരിക്കലും ചുരുക്കി കാണാൻ പറ്റാത്തൊരു വസ്തുതയാണ് എന്നത് ഒന്നാമത്തെ വിഷയമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ പ്രതിചേർക്കപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞൊരു തീവ്ര ദേശീയവാദത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ അംബേദ്കർ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ഇവിടെയുള്ള പൊളിറ്റിക്കൽ ഫാഷിസത്തെ കമ്മ്യൂണൽ ഫാഷിസം അതിജയിക്കുന്നതോടുകൂടി നമ്മുടെ കൺട്രോളിൽ നിന്ന് ഈ രാജ്യം പോകുന്നതാണ്. പൊളിറ്റിക്കൽ ഫാഷിസം അഥവാ രാഷ്ട്രീയമായിട്ടുള്ള ആ ഫാഷിസ്റ്റ് സ്വഭാവത്തെ ഇവിടെയുള്ള വർഗീയ ഫാഷിസം മുതലെടുക്കുന്നതോടുകൂടി ഇന്ന് ഇന്ത്യയുടെ സമകാലിക സാഹചര്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഈ പറയുന്ന തീവ്ര ദേശീയതക്കുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകുന്ന മുറക്ക് തന്നെ മറുഭാഗത്ത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകളെന്ന് പറയുമ്പോൾ ഏതോ ഒരു കമ്മ്യൂണിറ്റിയുടെ ആളുകളാണ്. ഈ ഒരു ചിന്ത അതിന് ഏറ്റവും നല്ലൊരു പ്രേരകമായി വർത്തിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റാത്ത വിഷയമാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ഇത്തരം വർഗീയ വംശീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പൊതുവിൽ വായിക്കുന്ന രണ്ടാമത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്
ഇതിൽ ഈ 10 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് BJP അതല്ലെങ്കിൽ NDA സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അതിൽ പൊതുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ ഒരു വിഭാഗം ആളുകൾ ഇവിടെ നുഴഞ്ഞു കയറിയവരാണ്. ഇപ്പോൾ CAA NRC വരുന്നു, തുടർച്ചയായിട്ടുള്ള SIR വരുന്നു. ഇതെല്ലാം നമ്മളിങ്ങനെ ഒന്നിച്ച് വായിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു ആകെ തുക എന്ന് പറയുന്നത് ഏതൊരു വിഭാഗം ആളുകൾ ഇവിടെ ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ SIR കേരളത്തിലേക്ക് ഏറ്റവും അവസാനം കരട് ലിസ്റ്റ് പുറത്തിറക്കാൻ ഇരിക്കുകയാണ്. നമ്മൾ നിലവിൽ വായിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് കേരളത്തിൽ 50 കറക്റ്റ് കണക്ക് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഇവിടെ അനധികൃതമായിട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു പ്ലോട്ട് ഇവിടെ സാധാരണയായി സെറ്റ് ചെയ്യുകയും ആ പ്ലോട്ടിൻ്റെ ആകെത്തുകയായിക്കൊണ്ട് ഇതിനെ ഏറ്റെടുക്കുകയും ചെയ്തൊരവസ്ഥ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു ഭാഗത്ത് പറയാണ് മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറ്റക്കാരാണ്. നമ്മളിതിനെ ചേർത്ത് വായിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് നൽകേണ്ട തിരിച്ചറിവ് എന്ന് പറയുന്നത് വർഗീയത ഒരിക്കലും ഒരു വിഭാഗത്തിനും ഗുണം ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇൻഫിൽട്രേറ്റേഴ്സ് എന്നാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉപയോഗിച്ച പദം. നുഴഞ്ഞു കയറുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ നുഴഞ്ഞു കയറ്റക്കാരാണ് എന്ന് ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ വിശേഷിപ്പിക്കാനുള്ള ചേതോവികാരം എന്താണ്? അത് യഥാർത്ഥത്തിൽ ഒരു ആശയ അടിത്തറയുള്ള സംവിധാനമാണ്. ഇവിടെ വർഷങ്ങളായി, ഇപ്പോൾ ഏകദേശം 100 വർഷമായിട്ടുണ്ട് രാഷ്ട്രീയ സ്വയംസേവക് സംഘ് എന്ന് പറഞ്ഞ് ഇവിടെ RSS പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു 100 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്കുള്ള അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ ആസൂത്രിതമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു അരികുവൽക്കരിക്കൽ, ഈ പറയുന്ന രണ്ടാം പൗരന്മാരായ ഒരു വിഭാഗത്തെ മാറ്റാൻ, ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ആശയങ്ങൾ അവരുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതുമായി ചേർത്ത് വായിക്കേണ്ടത്, കേരളം പോലെ ഒരു പരിസരത്ത് സമകാലിക സംഭവങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കേരളവും ഈ പറഞ്ഞതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ സ്വഭാവത്തിലേക്ക് പലയിടങ്ങളിലും പോയി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇലക്ഷൻ്റെ ഒരു പ്രചാരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രം വായിക്കുന്നിടത്ത് നമുക്കത് ധാരാളമായി കാണാൻ സാധിക്കുന്നു. ഒരു കാലം വരെയും പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ ആശയങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിരുന്നിടത്ത് നിന്ന് ഇന്ന് ആ ഇലക്ഷൻ സ്ഥാനാർത്ഥിയുടെ മതം നോക്കാൻ തുടങ്ങിയിരിക്കുന്നു, അവരുടെ വേഷവിധാനം നോക്കാൻ തുടങ്ങിയിരിക്കുന്നു, അവരുടെ ക്യാമ്പയിനിൽ അവർ ഉപയോഗിക്കുന്ന വർത്തമാനങ്ങൾ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വിഷയമാക്കിക്കൊണ്ട് ചർച്ചയ്ക്ക് പുറത്തു വരുന്നു. ഇപ്പോൾ വടകരയിലെ ഇലക്ഷനിൽ വന്ന കാഫിർ സ്ക്രീൻഷോട്ട് മുതൽ എല്ലാത്തിലും ഈ പറഞ്ഞ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ കേരളം പോലും അത്തരം ഒരു മാർക്കറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായി നമ്മൾ വായിക്കേണ്ടതാണ്. അവിടെയാണ് ഏറ്റവും അടുത്ത് കർണാടക സർക്കാർ അവരുടെ ബില്ലായി പാസ്സാക്കിയ ആൻറ്റി ഹെയ്റ്റ് സ്പീച്ച് ആൻഡ് ഹെയ്റ്റ് ക്രൈം എന്ന് പറയുന്ന ഒരു ബില്ല് കർണാടക സർക്കാർ ഈ അടുത്ത് പാസ്സാക്കി. നമുക്ക് വലിയ തിരിച്ചറിവ് നൽകേണ്ട ഒരു ബില്ല് കൂടിയാണത്. ആ ബില്ല് നമ്മൾ വായിക്കുന്നിടത്ത് ഏറ്റവും രസകരമായൊരു കാര്യം, ആ ബില്ലിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച ആളുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിഭാഗക്കാരാണെന്നുള്ളതാണ്. എന്തിനാണ് വർഗീയതയ്ക്കെതിരെയുള്ളൊരു ബില്ലിന് വേണ്ടി കൂട്ടുനിൽക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുന്നത്, അതിനെതിരെ ശബ്ദിക്കുന്നത്? അവിടെ തന്നെ ഉത്തരം വളരെ ക്ലിയറാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹമുള്ള കാര്യമാണത്. ഒപ്പം മറ്റൊരു ബില്ല് കൂടി പാസ്സാക്കിയിട്ടുണ്ട്, ആൻറ്റി സോഷ്യൽ ബോയ്ക്കോട്ടിംഗ് ബിൽ. അഥവാ ജാതീയതയുടെ പേരിലും അതല്ലെങ്കിൽ ഈ പറയുന്ന വംശീയതയുടെ പേരിലൊക്കെയുള്ള ഈ സാമൂഹികമായ അരികുവൽക്കരിക്കലിനെതിരെയും കർണാടക സർക്കാർ ഈ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ശരിക്കും കേരളത്തിന് ഇത്തരം കാര്യങ്ങളിൽ വലിയ മാതൃകയുണ്ട്. ഒരിക്കലും കുറച്ച് കാണിക്കാൻ പറ്റാത്ത വലിയൊരു വാർത്തയാണ് നമ്മൾ വന്നതെന്നുള്ള വായിക്കുന്നത്. വംശീയ കൊലപാതകം ഉത്തരേന്ത്യയിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഈ കേരളത്തിൻ്റെ ഒരു പരിസരം അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ഈ കൊലപാതകം, റാം നാരായണൻ എന്ന് പറയുന്ന 31 വയസ്സുള്ള യുവാവാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവർ കേരളത്തിൽ വന്ന് ആ ഡെഡ് ബോഡി കണ്ട് പൊട്ടിക്കരയുന്ന രംഗം ഏതൊരു മനുഷ്യൻ്റെ മനസ്സും വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. ആരായാലും കരഞ്ഞു പോകും. അതിന് മാത്രം വേദന അനുഭവിച്ചുകൊണ്ടാണ് ആ പാവപ്പെട്ട കുടുംബം, ഒരുപക്ഷെ ആ കുട്ടികളെ പോറ്റാൻ വേണ്ടിയാണ്, അധ്വാനിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഏതായിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വംശീയത ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതിൻ്റെ ചില കാരണങ്ങൾ പറയുന്നു. ഒന്ന്, മോഷണ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിയാണ്, നേരെ പറഞ്ഞല്ലോ, ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള വിധമാണ് ഇവിടെയുള്ള സംഘരാഷ്ട്രീയവും അതുപോലെ RSSൻ്റെ സിദ്ധാന്തമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 1-2 കാര്യങ്ങളിൽ, ഒന്ന്, ഇപ്പോൾ 2016 ഇംഗ്ലണ്ടിൽ ഇതേപോലെ തന്നെ ഡേവിഡ് പാൻഹാം എന്ന് പറയുന്ന ഒരു വർഗീയവാദി, അയാൾ പെട്ടെന്നൊരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതാണ്.
ആ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിൽ മുസ്ലിങ്ങൾ ഒരു ദിവസം ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ക്യാമ്പയിൻ്റെ ക്യാപ്ഷൻ. അപ്പോൾ അതിൽ അയാൾ പറഞ്ഞൊരു സംഗതി വെച്ചാൽ ഒരു മുസ്ലിം സ്ത്രീയുടെ തട്ടം പിടിച്ച് വലിച്ചാൽ അയാൾക്കൊരു 10 പോയിൻ്റ് ആയിട്ടുണ്ട്. 10 പോയിൻ്റ്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ 500 പോയിൻ്റ്. ഇങ്ങനെ ഓരോ ഉപദ്രവത്തിന് അയാൾ പോയിൻ്റുകൾ ഇടുന്നുണ്ട്. അത് പറഞ്ഞ് പ്രഖ്യാപിച്ച് നടക്കണം. മാത്രമല്ല അതിൻ്റെ തൊട്ട് മുമ്പ് കറുത്ത വർഗ്ഗക്കാരെ 9 ആളുകളെ വെടിവെച്ച് വന്നിട്ടുള്ള ഒരാൾക്ക് അയാളെ പ്രശംസിച്ചുകൊണ്ട് അയാൾ കത്ത് എഴുതിയിട്ടുണ്ട്. അയാൾ അപ്പോൾ തന്നെ അവിടെയുള്ള ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യുകയും 12 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ല ഇന്ത്യയിലേക്ക് വന്നാൽ, ഇപ്പോൾ അവിടെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുയായികൾ ഉണ്ടായിട്ടില്ല എന്നാ. അയാളെ ആ ഒരു സംസാരം ഏറ്റെടുത്തുകൊണ്ടോ അയാൾക്ക് വേണ്ടി സംസാരിക്കാനോ വേറൊരു അനുയായി വൃന്ദം രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ശരിക്ക് പറയുന്നത്. എന്നാൽ അത് ഇന്ത്യയിലാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഇപ്പോൾ 2015 ആ വർഷത്തിൽ കൊല്ലപ്പെട്ട ആളാണ് മുഹമ്മദ് അഫ്ലാഖ്. അപ്പോൾ അദ്ദേഹത്തെ കൊന്നിട്ടുള്ള 18ഓളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ ഉള്ള ഒരു സിസോദിയ എന്ന് പറഞ്ഞ പ്രവീൺ സിസോദിയ എന്നാണ് എൻ്റെ ഓർമ്മ. അയാൾ ശരിക്കും ജയിലിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അയാൾക്ക് ബഹുമതി നൽകുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ പതാക കൊണ്ട് ആ ഡെഡ് ബോഡി പുതച്ചുകൊണ്ടാണ് അയാൾക്ക് ബഹുമതി നൽകുന്നത്. ശരിക്കും 2002 ഫ്ലാഗ് കോഡിനെതിരാണ് ആ രൂപത്തിലാണ് വർക്ക് ചെയ്യണത്. അതേപോലെ തന്നെ അതിന് ശേഷം 2016 തോന്നുന്നത് ഒരു അഫ്ർ റസൂൽ എന്ന് പറയുന്ന ഒരു യുവാവ് ഇതുപോലെ കൊല്ലപ്പെട്ടപ്പോഴും ഇതുപോലെ 10-18 21 ആളുകൾ അതിൽ ആ കൊലപാതകത്തിന് പിന്നിലുണ്ട്. പക്ഷേ അയാൾക്ക് വേണ്ടി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ കൊന്നിട്ടുള്ള ആ ഒരു സംഘത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ റൈഗർ എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് അയാളെ കൊന്നുകളഞ്ഞത്. ആ റൈഗറിന് ഒരു സ്ഥാനാർത്ഥി പദം ഓഫർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. അതേപോലെ അതിന് ശേഷം 2014 ഇപ്പോൾ നരേന്ദ്രമോദി ഭരണം ഏറ്റെടുത്ത് ഒരു മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മോസിൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു യുവാവ് 24 വയസ്സാണ്, ഇഷാ നമസ്കരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന് എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പുറത്ത് പോയി അപ്പോഴാണ് അവർ വളഞ്ഞ് അതിക്രൂരമായി കൊന്നു കളഞ്ഞത്. അതിലും 10-18 ആളുകളുണ്ട്. അവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ 2018 വരെ ഈ ഷെയ്ഖിൻ്റെ പിതാവ് ഇതിൻ്റെ നിയമയുദ്ധം നടത്തിയെങ്കിലും 2018 അദ്ദേഹം മരിച്ചു, സ്വാഭാവികമായി മരണപ്പെട്ടു. പക്ഷെ അപ്പോഴൊക്കെ ഇതിൻ്റെ പ്രതികൾ എന്ത് ചെയ്തിട്ട് ജാമ്യത്തിലിറങ്ങി അവർ രക്ഷപ്പെട്ടു. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രവർത്തനങ്ങളും അക്രമ സ്വഭാവങ്ങളും അവരെ സംരക്ഷിക്കാൻ ഭരണകൂടം പോലും സഹായിക്കുന്ന ഒരവസ്ഥാവിശേഷം ഇന്ത്യയിലുണ്ട്. എന്നാൽ ശരിക്കും ഇപ്പോൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ പിന്നിലുള്ള ക്രിമിനലുകൾ ആരാണെങ്കിലും അതിശക്തമായ ശിക്ഷ നൽകണമെന്നതാണ്. നേരത്തെ ഷംജാദ് സംസാരിച്ചതുപോലെ ശരിക്കും ഇതിൻ്റെ ഒരു പിന്നിലുള്ളൊരു സൈദ്ധാന്തികത നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ ക്രിമിനലുകളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലെങ്കിൽ കേരളം എന്താകുമായിരുന്നു ചർച്ച? അതിൻ്റെ മുമ്പ് തന്നെ ഒരുപാട് ഈ ന്യൂസ് ചാനലുകളൊക്കെ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു പ്രോഗ്രാമുകളും കഥകളും അവൻ്റെ ഭീകര ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ അവരെ കൊന്നു കളഞ്ഞിട്ടുള്ള ഈ 5-6 ക്രിമിനലുടെ കൂട്ടത്തിൽ 5 ആളും യഥാർത്ഥത്തിൽ BJPക്കാരും RSSകാരുമാണ്. RSS പശ്ചാത്തലമുള്ളവരാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളും സർക്കാരും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഈ ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇപ്പോൾ 1931 ഇവരുടെ സൈദ്ധാന്തികനാണ് ശരിക്കും BS മൂഞ്ചെ എന്ന് പറയുന്ന ആൾ. ഇയാൾ നേരെ ഇറ്റലി സന്ദർശിക്കുകയാണ്. 1931 പിന്നെ മാർച്ച് 15 എന്നാണ് എൻ്റെ ഓർമ്മ, വായനയിൽ ഓർക്കുന്നതാണ്. അപ്പോൾ അവിടെ സന്ദർശിച്ചുകൊണ്ട് നേരെ അന്ന് ഇറ്റലി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുസോളിനിയാണ്. അവിടുത്തെ ഫാസിസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനാണ് ചെല്ലുന്നത്. അവരുമായിട്ട് സംസാരിച്ച് സുദീർഘമായി മാർച്ച് 24 വരെ അയാളവിടെ പഠനത്തിന് വേണ്ടി വിനിയോഗിച്ചു കുറേ സമയം. എന്നിട്ട് അവിടെ ഉള്ള ഒരു ബാലില്ല എന്ന് പറയുന്ന ഒരു യുവജന സംഘമുണ്ട്. ഇവിടുത്തെ RSSലെ പോലെ തന്നെ അവർക്കൊരു സൈനിക സ്കൂളുണ്ട്. സൈനിക സ്കൂളിൽ പോയി അവർ കുറേ കാര്യങ്ങൾ കണ്ടറിഞ്ഞു. ഇറ്റലിയുടെ ജനങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇന്ത്യക്കാരെ പോലെ തന്നെ വളരെ സാധുക്കളാണ്, ഒരിക്കലും അക്രമാസക്തരായ മനോഭാവമുള്ള ആളുകളല്ല ഇറ്റലിക്കാർ. അങ്ങനെയുള്ള ആളുകളെ അക്രമാസക്തരാക്കാൻ വേണ്ടി ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ്
ഈ മൂഞ്ചെ നേരെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് RSSന് പിൻബലം നൽകുന്നത്. ഇതാണ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലം. യഥാർത്ഥത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയും ഈ രാജ്യത്തുള്ള ഏറ്റവും വലിയ ഭീകരവാദികൾ ആരാണെന്നുള്ളത് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അതിന് ഇവിടെയുള്ള കേരളത്തിലെ ഗവൺമെൻറ് ഒരു പ്രത്യേകമായ ഒരു രീതി എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ക്രിമിനലുകളെ ശക്തമായി ശിക്ഷിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്നാലും അതിലൊരു സംശയമുള്ളത് പോലീസുകാർ അത് ആൾക്കൂട്ട കൊലപാതകമായി FIR എഴുതിയിട്ടില്ല എന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും സർക്കാർ ശക്തമായ നിലപാടെടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ഇവിടെയുള്ള മാധ്യമങ്ങളും അതേപോലെ തന്നെ മീഡിയകളും എല്ലാം ശക്തമായി ചർച്ച ചെയ്ത് അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് ഈ കേരളത്തിൻ്റെ വളരെ വിശുദ്ധമായ ഒരു സാഹോദര്യ മണ്ണിൽ നിന്ന് അവരെ അതായത് പുറത്താക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആശയത്തെ പടികടത്താൻ വേണ്ടിയുള്ള കൃത്യമായ ഒരു അജണ്ടയുമായി മുന്നോട്ട് പോകാൻ മലയാളിക്ക് സാധിക്കണം എന്നാണ് സൂചിപ്പിക്കാൻ. എനിക്കതിൽ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ വളരെ പുരോഗമിച്ചു എന്ന് പറയുന്നൊരു കാലഘട്ടം കൂടിയാണ് 21ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ശരിക്കും നമ്മളൊന്ന് വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണിത്. ഏതെല്ലാം വിഷയത്തിലാണ് നമ്മൾ പുരോഗമിച്ചിട്ടുള്ളത്? ഭൗതികമായ രൂപത്തിൽ നമ്മൾ ഒരുപാട് ടെക്നോളജിയിലും സയൻസിലൊക്കെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കുന്ന വിഷയത്തിൽ വലിയ അബദ്ധങ്ങൾ നമുക്ക് പറ്റുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ കണക്ക് പറയുമ്പോൾ ചിലപ്പോൾ മുജീബ് സാർ പറഞ്ഞതുപോലെ ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വംശീയ അധിക്ഷേപങ്ങൾ, ഇപ്പോൾ ന്യൂസിലാൻഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഈ പറഞ്ഞ ഇമിഗ്രൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് മനുഷ്യൻ എന്ന നിലക്കുള്ള ഉൾക്കൊള്ളലിന് വലിയ രീതിയിലുള്ള പോറലേറ്റൊരു കാലത്ത് നമുക്ക് ചില ഖുർആനിക അധ്യാപനങ്ങൾ കൂടി ചേർത്ത് വായിക്കണം എന്ന് വിചാരിക്കുകയാണ്. അതിലേറ്റവും ആദ്യത്തെ ഒരു കാര്യം, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാലഘട്ടത്തിൽ പറയുന്ന ഒരു വലിയ ഒരു തത്വമാണ് വർഗീയത എന്ത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന വാക്ക് സ്വന്തം ആളുകളെ അന്യായത്തിൽ കൂട്ടുനിൽക്കുന്നതാണ് വർഗീയത എന്നാണ്. ഇതൊരു വലിയ പാഠമാണ്. ഏതൊരു കാലാവസ്ഥയിലും സ്വന്തം ആളുകൾ ന്യായത്തിൻ്റെ കൂടെ നിൽക്കാൻ, നീതിയുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുക എന്നുള്ളതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും ഈ ഒരു വിഷയത്തെ നേർക്കുനേരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സൂറത്ത് റൂമിലെ 20, 21, 22 വചനങ്ങൾ തുടർച്ചയായി 3 വചനങ്ങളിലൂടെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മനുഷ്യരെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് വളരെ വ്യക്തമായി എഴുതുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ബംഗാളി, ബീഹാരിയും ഇന്ത്യനും പ്രവാസിയൊന്നുമില്ല, എല്ലാ മനുഷ്യനെയും തുല്യനായി പടച്ചു. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ മനുഷ്യന് ഉയർച്ച താഴ്ചകളുണ്ടെങ്കിൽ അത് അവൻ്റെ കർമ്മങ്ങളിൽ സൂക്ഷ്മത കൊണ്ട് മാത്രമാണെന്നുള്ള വിശ്വാസം, അത് മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെയുള്ളൊരു ഇക്വാലിറ്റിക്ക് കാരണമാവുള്ളൂ എന്നുള്ളത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിലൊന്നുകൂടി ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടത്തുന്ന സാഹചര്യം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ് റോമിലേക്ക്. ആ സമയത്ത് ആ സൈന്യാധിപനെ നിർത്തി മറ്റുള്ള സൈന്യങ്ങളെ നിർത്തിയിട്ട് അദ്ദേഹം ഉപദേശിക്കുന്ന 10 ഉപദേശങ്ങളുണ്ട്. അത് ഓരോന്ന് ശരിക്കും ഈ കാലഘട്ടത്തിൽ ജനങ്ങളോട് പറയേണ്ടതാണ്. ഇസ്ലാമിൻ്റെ മാനവികതയും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഉജ്ജ്വലമായ ആശയമൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു 10 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് വൃദ്ധരായ ആളുകളെ കൊല്ലരുത്, സ്ത്രീകളെ ആക്രമിക്കരുത്, അതുപോലെ കുട്ടികളെ ഉപദ്രവിക്കരുത്, സിനഗോഗുകളിലും ആരാധനാലയങ്ങളിലും ചടഞ്ഞിരിക്കുന്ന സന്യാസിമാരെയും പുരോഹിതന്മാരെയും ഉപദ്രവിക്കരുത്, അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളെ മുറിച്ച് കളയരുത്, ഈത്തപ്പനെ കരിച്ച് കളയരുത്, അതേപോലെ തന്നെ കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത്. വളരെ വിശാലമായ ഒരുപാട് ഉപദേശങ്ങൾ, അതൊക്കെ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത് ഇത്തരം അക്രമികളുടെ മനസ്സുകളിലേക്ക് അത് പകർന്നു നൽകാൻ നമ്മൾ ശരിക്ക് ബാധ്യതപ്പെട്ടവരാണ് എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും മനുഷ്യപ്പറ്റുള്ള ഏതൊരാളും വളരെ മനസ്സിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമാണ് ഈ ഒരു വാർത്തയെ ഉൾക്കൊള്ളുന്നത് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. പരിഹാരങ്ങളിലേക്ക് നീങ്ങേണ്ടതും ഉണ്ട് എന്ന് തന്നെയാണ് സ്പോട്ട്ലൈറ്റിന് പറയുവാനുള്ളത്.